Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കെയ്റ്റിന് റോയൽ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് പദവി സമ്മാനിച്ച് രാജാവ്. വെയിൽസ് രാജകുമാരി കെയ്റ്റ് മിഡിൽട്ടണ് രാജാവിന്റെ അപൂർവമായ അംഗീകാരം. വർഷങ്ങളായി നൽകുന്ന പൊതുസേവനത്തിന് അംഗീകാരമായി ദി ഓർഡർ ഓഫ് ദി കമ്പാനിയൻസ് ഓഫ് ഓണർ പദവിയാണ് ചാൾസ് രാജാവ് മരുമകൾക്കായി പ്രഖ്യാപിച്ചത്. 1917 ജോർജ് അഞ്ചാമൻ രാജാവ് തുടങ്ങിയ റോയൽ കമ്പാനിയൻ ഓഫ് ദി ഓർഗനൈസേഷനിലെ കല, ശാസ്ത്ര, മെഡിസിൻ, പൊതുസേവന രംഗങ്ങളിലെ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് സമ്മാനിക്കാറുള്ളത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ അംഗീകാരം രാജകുടുംബത്തിൽ നിന്നും ഒരു അംഗത്തിന് ആദ്യമായാണ് നൽകുന്നത്. ചാൾസ് രാജാവ് മരുമകൾക്ക് നൽകുന്ന ഉന്നത അംഗീകാരം അദ്ദേഹത്തിന്റെ മനസ്സിലെ സ്ഥാനം വ്യക്തമാക്കുന്നുവെന്ന് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. 13 വർഷം മുൻപ് വില്യം രാജകുമാരനെ വിവാഹം ചെയ്തത് മുതൽ രാജകുടുംബത്തിന് നൽകുന്ന വിശ്വസ്തമായ സേവനത്തിന് നന്ദി സൂചകം കൂടിയാണ് ഈ അംഗീകാരമെന്നാണ് കരുതുന്നത്. കലാരംഗത്തെ കെയ്റ്റിന്റെ സംഭാവനയും ഇതിനായി കണക്കാക്കിയെന്നാണ് പറയപ്പെടുന്നത്. വെയിൽസിലെ സ്കൂളിൽ നടന്ന കത്തിക്കുത്തിൽ കൗമാരക്കാരിയായ പെൺകുട്ടി അറസ്റ്റിൽ. പരിക്കേറ്റത് 2 അധ്യാപകർക്കും ഒരു വിദ്യാർത്ഥിക്കും. അമൻഫോർഡ് സ്കൂളിലുണ്ടായ കത്തിക്കുത്തിൽ അറസ്റ്റിലായത് ഒരു പെൺകുട്ടിയാണെന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്ത്. ഇന്നലെ തെക്കൻ വെയിൽസിലെ അമൻഫോർഡ് സ്കൂളിൽ നടന്ന കത്തിക്കുത്തിൽ 3 പേർക്ക് പരിക്കേറ്റത് രാജ്യത്തുടനീളം വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അറസ്റ്റിലായ കൗമാരക്കാരിയായ പെൺകുട്ടിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ 2 അധ്യാപകർക്കും ഒരു കൗമാരക്കാരനായ ഒരു വിദ്യാർത്ഥിക്കുമാണ് കുത്തേറ്റത്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബുധനാഴ്ച നടന്ന സംഭവത്തെ തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികളെ 4 മണിക്കൂറോളം ക്ലാസ് മുറികളിൽ പൂട്ടിയിട്ടിരുന്നു. അറസ്റ്റിലായ പെൺകുട്ടി പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അധികാരത്തിലെത്തിയാൽ റെയിൽവേയുടെ നടത്തിപ്പിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ലേബർ പാർട്ടി. 5 വർഷത്തിനുള്ളിൽ ട്രെയിൻ ശൃംഖല പൂർണ്ണമായും ദേശസാത്കരിക്കും. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമ്പോൾ റെയിൽവേയിൽ കാര്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്ന് ലേബർ പാർട്ടി പ്രഖ്യാപിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ റെയിൽവേ സംവിധാനം പൂർണ്ണമായും ദേശസാത്കരിക്കപ്പെടുമെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന്റെ ചിലവുകൾ കുറയുമെന്നതും പ്രഖ്യാപിത നയമാണ്. സ്വകാര്യ കമ്പനികളുടെ നിലവിലുള്ള കോൺട്രാക്ട് തീരുന്ന മുറയ്ക്ക് എല്ലാ പാസഞ്ചർ റെയിൽവേകളും ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേയും ഉടമസ്ഥതയിൽ കൊണ്ടുവരാനാണ് ലേബർ പാർട്ടിയുടെ പദ്ധതി. റെയിൽവേയുടെ നടത്തിപ്പ് സൂക്ഷ്മമായി പരിശോധിക്കാൻ പാസഞ്ചർ സ്റ്റാൻഡേർഡ് അതോറിറ്റി രൂപവത്കരിക്കാനും പദ്ധതിയുണ്ട്. കുറഞ്ഞ ടിക്കറ്റ് നിരക്കിനൊപ്പം ട്രെയിൻ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്താൽ പണം തിരിച്ചു കിട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായ നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി അറിയിച്ചു. റെയിൽവേയുടെ നവീകരണത്തിന്റെ ഭാഗമായി ലേബർ പാർട്ടി നടത്തിയ വാഗ്ദാനങ്ങൾ വൻ ജനസ്വീകാര്യത നേടിയതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുകയും ട്രെയിൻ യാത്രയിൽ ഇന്റർനെറ്റിന്റെ അഭാവം മൂലം ജോലി ചെയ്യാൻ സാധിക്കാത്തതിന്റെ പേരിലും ഒട്ടേറെ പേരാണ് നിലവിലെ സംവിധാനത്തിനെതിരെ പരാതികൾ ഉന്നയിക്കുന്നത്. റെയിൽവേ പരിഷ്കരണത്തിന് മുൻഗണന നൽകാനുള്ള ലേബർ പാർട്ടിയുടെ നീക്കത്തിന് യൂണിയനുകളുടെ ഇടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രാൻഡുകളുടെ പേരുകൾ പുറത്തുവിട്ട് ഡൽഹൌസി സർവകലാശാലയിലെ ഗവേഷകർ. പട്ടികയിൽ 1ാമത് കൊക്കക്കോള കമ്പനി. ലോകമെമ്പാടും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി നിരവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ഉത്പാദന തോതിൽ ഒട്ടും കുറവില്ല. ഈ വർഷം 220 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉത്പാദിപ്പിക്കപ്പെടുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പല പ്രശസ്ത ബ്രാൻഡുകളുമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് ഒരു പഠനം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഡൽഹൌസി സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം നടത്തുന്നത് കൊക്കക്കോള കമ്പനിയാണ്. ബ്രാൻഡഡ് മാലിന്യങ്ങളുടെ 15% ഉത്തരവാദി കൊക്കക്കോള തന്നെ. ആഗോള ബ്രാൻഡഡ് പ്ലാസ്റ്റിക് മലിനീകരണ ഡേറ്റ പരിശോധിക്കുമ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ലോകത്തെ മുൻനിര നിർമ്മാതാക്കളാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പഠനത്തിന്റെ സഹരചയിതാവ് ഡോക്ടർ ടോണി വോക്കർ പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പൊതു അവധി. കേരളത്തിലെ വോട്ടെടുപ്പ് ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം അവധിയായിരിക്കും. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വേതനത്തോടു കൂടിയ അവധിയായിരിക്കും. വാണിജ്യ, വ്യവസായ, വ്യാപാര, IT, തോട്ടം മേഖലകൾക്ക് നിർദ്ദേശം ബാധകമാണെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും വോട്ടെടുപ്പിന്റെ ദിവസം തുറന്നു പ്രവർത്തിക്കില്ല. കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിലുണ്ട്. അതേസമയം നേരത്തെ തന്നെ കേരളത്തിൽ മദ്യനിരോധനവും പ്രഖ്യാപിച്ചിരുന്നു. 24-ന് വൈകിട്ട് 6 മണി മുതൽ തന്നെ മദ്യവിൽപ്പനശാലകൾ അടച്ചിരുന്നു. 48 മണിക്കൂർ നേരത്തേക്കാണ് മദ്യവിൽപ്പനശാലകൾ അടച്ചിരുന്നത്. വോട്ടെടുപ്പ് ദിനമായ 26-ന് വൈകിട്ട് 6 മണി കഴിഞ്ഞ് മാത്രമേ മദ്യവിൽപ്പനശാലകൾ തുറക്കൂ. അതേസമയം റീപോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കില്ല. വോട്ടെണ്ണുന്ന ജൂൺ 4-നും മദ്യവിൽപ്പനശാലകൾ അവധിയായിരിക്കും.
അതേസമയം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഭാഗികമായോ പൂർണ്ണമായോ തന്നെ വോട്ടിംഗ് ദിനം തുറക്കും. ഗണേഷ് കുമാറിന്റെ തീരുമാനം വെറുതെയായില്ല. നടപ്പിലാക്കിയതിന് പിന്നാലെ ഫലം കണ്ടു തുടങ്ങി. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ തീരുമാനം ഫലപ്രദമെന്ന് റിപ്പോർട്ട്. ഡ്യൂട്ടിക്കിടെ KSRTC ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന പരിശോധന ആരംഭിച്ച ശേഷം അപകടങ്ങൾ 25% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ 4 മുതലാണ് ഡ്യൂട്ടിക്കെത്തുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും മദ്യപിച്ചിട്ടുണ്ടോ എന്ന ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് ആരംഭിച്ചത്. ഇടയ്ക്ക് മദ്യപിക്കുന്നുണ്ടോ എന്നറിയാൻ സ്ക്വാഡ് പരിശോധനയും നടത്തുന്നുണ്ട്. ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഡ്രൈവർമാർ ബ്രെത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമായും നടത്തിയിരിക്കണം. KSRTC ഡ്രൈവർമാരിൽ പലരും മദ്യപിച്ചാണ് ജോലിക്കെത്തുന്നതെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അതോടൊപ്പം യാത്രക്കാരോട് മോശമായി പെരുമാറുന്നതിന് പിന്നിലെ പ്രധാന കാരണവും ഡ്യൂട്ടി സമയത്തെ മദ്യപാനമാണെന്ന കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനം നടപ്പിലാക്കിയത്. വോട്ടിടാൻ ID കാർഡ് നിർബന്ധമില്ല. ബൂത്തിലേക്ക് പോകുമ്പോൾ ഇവ കയ്യിൽ കരുതിയാൽ മതി. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ സാധാരണ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ID കാർഡാണ്. എന്നാൽ ഈ കാർഡ് കൈവശമില്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആധാർ കാർഡ്, MNREGE തൊഴിൽ കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട് തുടങ്ങിയവ ഉപയോഗിക്കാം. ഇനി സ്പോർട്സ് വാർത്തകൾ. ബ്രൂണോ ഫെർണാണ്ടസ് ഹീറോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷെഫീൽഡിനെ വീഴ്ത്തി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷെഫീൽഡ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. 2 തവണ പിറകിൽ നിന്ന ശേഷം പൊരുതിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് വിജയം സ്വന്തമാക്കിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ ഒനാനയുടെ ഒരു പിഴവിൽ നിന്നായിരുന്നു ആദ്യ ഗോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വഴങ്ങിയത്. 35-ാം മിനിറ്റിൽ ഒനാന നൽകിയ ഒരു പാസ് കൈക്ക് ആക്കി ജെയ്തൻ ബ്ലോഗെ ഷെഫീൽഡിന് ലീഡ് നൽകി. 42-ാം മിനിറ്റിൽ മാഞ്ചസ്റ്റർ സെന്റർ ബാക്ക് ഹാരി മാഗ്വയർ യുണൈറ്റഡിന് സമനില നൽകി. ഗനാച്ചോയുടെ ഒരു ക്രോസിൽ നിന്ന് ഒരു ഫ്ലിക്ക് ഹെഡറിലൂടെ ആയിരുന്നു മാഗ്വയറിന്റെ ഗോൾ. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 104.04 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.